പ്രകൃതി ജീവനം എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതമാണ് എന്നുള്ളത് നിശ്ചയമായും നിസ്തർക്കമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്നു, ദീർഘകാലം ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം. എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഭഗവത്ഗീതയിൽ പറയും, നിമിഷം ജ്വലിതം തേജോ നതു ധൂമായുധം ചിരം എന്ന് പറയും. കുറച്ചു നേരത്തേക്കാണെങ്കിൽ നമ്മൾ ജ്വലിച്ചു നിൽക്കുന്നതാണ്. നിമിഷം ജ്വലിതം തേജോ, തേജസ്സോടുകൂടി തെളിഞ്ഞു നിൽക്കുന്നതാണ്. എന്താണ്? ദീർഘകാലം ഈ പുക പരത്തിക്കൊണ്ട് നതു ധൂമായുധം ചിരം, ധൂമം പുക ഇങ്ങനെ ഇട്ടുണ്ട്. വെളിച്ചമില്ലാതെ പുകയുന്നതിനേക്കാൾ നല്ലത് ഹ്രസ്വകാലം ജ്വലിച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് പ്രകാശം പരത്തുന്ന പ്രവൃത്തികളാക്കി മാറ്റുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഒരു അഹിംസാത്മക ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമുഖമായിട്ട് ഇത്രയും രണ്ട് കാര്യങ്ങൾ പറയാം. ഇവിടെ ഒരു എന്തെന്നാണ് ആരോഗ്യ സ്വരാജ് എന്ന് പറയുന്നത്, ഒരു ഗാന്ധിജിയുടെ ആരോഗ്യ സങ്കല്പം എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളിൽ എന്ന പോലെ തന്നെ നമ്മൾ സ്വാശ്രയത്വവും സ്വാവലംബനവും പാലിക്കുക എന്നുള്ളതാണ്. അതാണ് സ്വരാജ് എന്ന് പറയുന്നതിൻ്റെ ഘടകങ്ങൾ. അതാണ് ആരോഗ്യത്തിൻ്റെ രംഗത്തും നമുക്ക് സ്വരാജ് വേണം. അത് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും, അതിന് നമ്മൾ പരിശ്രമിക്കണം. ഇതായിരുന്നു ഗാന്ധിജിയുടെ ഒരു സമീപനം. അതേ സംബന്ധിച്ച് ഒരു 2-3 കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോക ആരോഗ്യം, നമ്മുടെ നാട്ടിലെയും ലോകത്തെ തന്നെയും ആരോഗ്യ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ ഒരാമുഖം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ എല്ലാ സമൂഹങ്ങളിലും നമ്മൾ ഈ നൂറ്റാണ്ടിലുണ്ടായതല്ലല്ലോ, നമ്മളിങ്ങനെ പരിണമിച്ച് കാലക്രമത്തിലൂടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് നമ്മളുടെ ഒരു പൗരാണിക കാലം ഉണ്ടായിരുന്നു, ചരിത്രാതീതമായ ചരിത്രത്തിന് മുമ്പുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് തന്നെ ഈ മനുഷ്യൻ്റെ ആരോഗ്യം, നിലനിൽപ്പ്, അതിജീവനം എന്നൊക്കെ പറയുന്നത് പ്രശ്നാത്മകമായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാ സമൂഹങ്ങളിലും, പാരമ്പര്യ സമൂഹങ്ങളിൽ പ്രത്യേകിച്ചും ആരോഗ്യത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് രോഗമില്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഊന്നി പറയേണ്ട ഒരു കാര്യമാണ്. രോഗമില്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല, ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡോക്ടർ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ ശരീരത്തിൻ്റെ മാത്രം ആരോഗ്യമല്ല, അത് സമൂഹത്തിൻ്റെ ആരോഗ്യം, പ്രകൃതിയുടെ ആരോഗ്യം, നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം, ഇത് തമ്മിലുള്ള ബന്ധം വളരെ സമീചീനമാകുമ്പോൾ, സംഘർഷരഹിതമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജ്ജപ്രവാഹമുണ്ട്, ഒരു സിനർജി എന്ന് പറയുന്നതുണ്ട്. അതാണ് നമുക്ക് എല്ലാവർക്കും, പ്രകൃതിക്കും സമൂഹത്തിനും മനുഷ്യനും എല്ലാം ഊർജം പകരുന്ന അതാണ്. അങ്ങനെ അതാണ് ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത്, രോഗമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നതല്ല. ഇപ്പം എല്ലാ സമൂഹങ്ങൾക്കും, പാരമ്പര്യ സമൂഹങ്ങൾക്കും ആരോഗ്യത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൽ ചില സമൂഹങ്ങൾ അവരുടെ സമൂഹത്തിലെ ഏറ്റവും മാന്യമായ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരുന്നത് ഈ ആരോഗ്യ സംരക്ഷണത്തിൽ അവരെ വഴി നടത്തുന്നവരെ ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നത് ഈ അമേരിക്കയിലെ തദ്ദേശ ജനങ്ങളുണ്ട്, അവിടുത്തെ നമ്മൾ ആദിമ ജനത എന്ന് പറയുന്നത്, ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള നോവലുകളിലും ഈ കൗബോയ് സിനിമ കണ്ടിട്ടുള്ള കൗബോയ് സിനിമകളിലുമൊക്കെ അവരെ ചുവന്ന ഇന്ത്യക്കാരെന്നാണ്, റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ അവർ നേറ്റീവ് അമേരിക്കൻസ് എന്നാണ് പറയുന്നത്. അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് അവർക്ക് പേരുണ്ട്, കാരണം ഇവർ ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ജീവിതമുണ്ട്. ഞാൻ അവരുടെ കൂടെ ജീവിച്ചിട്ടുള്ളത് കൊണ്ട് പറയാണ്. അവരുടെ സമൂഹത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ആരോഗ്യം നോക്കുന്ന മെഡിസിൻ മാൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുന്ന അവരുടെ ഭാഷയിൽ ഒരു പദമുണ്ട്, ഒരു പ്രയോഗമുണ്ട്, മെഡിസിൻ മാൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അവർക്ക് ചികിത്സ നിശ്ചയിക്കുന്ന, ആരോഗ്യ പദ്ധതി നിർദ്ദേശിക്കുന്ന ആളാണ് അവിടുത്തെ ഏറ്റവും ആദരണീയനായിട്ടുള്ള ആൾ. അത് കഴിഞ്ഞാണ് അവർക്ക് ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, അതിൻ്റെ സൂക്ഷിപ്പുകാർക്ക് അത് കഴിഞ്ഞുള്ള സ്ഥാനമേ ഉള്ളൂ എന്നുള്ളതാണ് മെഡിസിൻ മാൻ എന്ന് പറയുന്നത്. അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ ഉണ്ട്, പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നിട്ടുള്ളതാണ്. അവരുടെ ഏറ്റവും വിമുക്തിക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുന്ന ഈ എന്താണ് ഈ സ്വെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചികിത്സ ഉണ്ടല്ലോ ആയുർവേദത്തിൽ. ഇത് തിരുമലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു സ്വെറ്റ് ബാത്ത് എന്ന് പറയുന്നുണ്ട്. അവർക്കങ്ങനെ അതിനു വേണ്ടിയിട്ടൊരു അവരുടെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ
ഒരു വലിയ കൊട്ട പോലെയുള്ളൊരു സാധനം, സ്വെറ്റ് ലോഡ്ജ് എന്നാണ് അവർ പറയുന്നത്. അതിലിരുന്ന് അവർ വേർപ്പിക്കും ആളുകൾ. അതിൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത്. പിന്നെ ആരോഗ്യത്തെ ക്രമേണ പല പല രീതിയിൽ യൂറോപ്പിലൊക്കെ ഹീലേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗം ആളുകളുണ്ടായിരുന്നു, രോഗശമനം നൽകുന്ന ആളുകൾ. അവസാനം ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആരംഭവും അതിൻ്റെ കടന്നുകയറ്റവും അതിൻ്റെ സ്വാധീനവും വന്നതോട് കൂടിയിട്ടാണ് ഈ മേഖലയിൽ വളരെ സ്പഷ്ടമായിട്ടുള്ള വിഭജനങ്ങളുണ്ടായത്. അതുകൊണ്ടാണ് ഈ ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ചു വന്നു കഴിഞ്ഞ് അതിനു മുമ്പുണ്ടായിരുന്ന സമസ്ത ചികിത്സാ പദ്ധതികളെയും അവർ അശാസ്ത്രീയമാണ് എന്ന് വിധിച്ച് അതിനെ നിരാകരിക്കണമെന്ന് ആളുകളെ ഉപദേശിക്കുക മാത്രമല്ല, ആളുകളെ നിർബന്ധിക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ്. പല സ്ഥലത്ത് യൂറോപ്പിലൊക്കെ അതിനു മുമ്പുണ്ടായിരുന്ന ചികിത്സകരെ ദുർമന്ത്രവാദികൾ എന്നും മന്ത്രവാദിനികൾ എന്നും വിളിച്ച് വ്യാപകമായി കൊന്നൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ആയിരക്കണക്കിന് ആളുകളെ അങ്ങനെ വധിക്കുകയുണ്ടായി യൂറോപ്പിൽ നിന്ന്. യൂറോപ്പിൻ്റെ സാംസ്കാരിക ചരിത്രം അല്ലെങ്കിൽ സാമൂഹിക ചരിത്രം പഠിക്കുമ്പോൾ നമ്മളത് ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ 18 നൂറ്റാണ്ടിൽ തുടങ്ങി 19 നൂറ്റാണ്ടിലൊക്കെ വ്യാപിച്ചു വന്നൊരു കാര്യമാണ്. ആയുർവേദത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ടിബറ്റൻ മെഡിസിൻ്റെ ആളുകളോട് ഞാൻ ടിബറ്റ് ഹൗസിലെ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. ടിബറ്റൻ മെഡിസിൻ അവർക്കൊരു പ്രത്യേക ഒരു ചികിത്സാ പദ്ധതിയുണ്ട്, ഒരു ആരോഗ്യ സംരക്ഷണ പദ്ധതിയുണ്ട്. അപ്പം അതിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് അവർക്ക് നിശ്ചയമില്ല എന്നുള്ളത്. എന്ന് ടിബറ്റിൽ ഒരു മനുഷ്യ സമൂഹം ഉണ്ടായ അത്രയും പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആസ് ഓൾഡ് ആസ് ഹ്യൂമാനിറ്റി എന്ന് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്നു. മനുഷ്യ വംശത്തിൻ്റെ അത്രയും തന്നെ പഴക്കമുണ്ടെന്നാണ്. അങ്ങനെ ഈ പഴയ പാരമ്പര്യാധിഷ്ഠിതമായ പരമ്പരാഗതമായി കൈമാറി ലഭിച്ച ഈ ആരോഗ്യ സംരക്ഷണ പദ്ധതികളെ എന്തു പറഞ്ഞു, അതിനെയൊക്കെ തള്ളിയിട്ട് ഈ മോഡേൺ മെഡിസിൻ മുഖ്യധാര ചികിത്സാ പദ്ധതിയായിട്ട് ആരോഗ്യ സംരക്ഷണ പദ്ധതിയായിട്ട് മാറി. ഏറ്റവും അവസാനം വന്നവൻ ഒന്നാമനായി എന്നുള്ളതാണ്. മുമ്പന്മാർ പിൻപന്മാരും ആകുന്ന പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് വന്നത്. അവിടെ തന്നെ ഈ ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റെല്ലാം ഇങ്ങനെ മാറി മറിയാണ്. അവസാനം ഇതിനൊരു സമഗ്രമായ നിർവചനം ഈ ആരോഗ്യത്തിന് നൽകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ നിങ്ങളിൽ അധികം പേർക്കും അറിയാവുന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാണ് ഈ ലോകാരോഗ്യ സംഘടന നമ്മളെല്ലാത്തിനും അടുത്ത കാലം വരെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഐക്യരാഷ്ട്രസഭയെ. അതിൻ്റെ അതിൻ്റെ ഇതുണ്ട്, യുനെസ്കോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഭാഗങ്ങളുണ്ട്. അവരെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കറിയാം അതിൻ്റെ വലിയ പ്രയോജനമൊന്നും ഇല്ലാതെ പോയിട്ട്. ഇപ്പം ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചതാണ് ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിർവചനം. അതിനകത്ത് പറയുന്ന ഹെൽത്ത് എന്ന് പറയുന്നത്, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ്. എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫേർമിറ്റി എന്നാണ്. അതായത് രോഗമില്ലാത്ത അവസ്ഥയോ, നമുക്ക് ഇൻഫേർമിറ്റീസ് ഉണ്ട്, പലതരത്തിലുള്ള ഈ ശാരീരികമായ പരിമിതികൾ, വൈകല്യങ്ങൾ, അതില്ലാത്ത അവസ്ഥയ്ക്കല്ല ആരോഗ്യം എന്ന് പറയുന്നത്. ഒരു വെൽബീയിങ് എന്ന് പറയുന്നതാണ്, ഒരു സൗഖ്യം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. സമഗ്രമായ ഒരു സൗഖ്യ ലഭ്യ പദ്ധതിയാണ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അപ്പോൾ ശാരീരികമായ, മാനസികമായ, സാമൂഹികമായ. പക്ഷെ പരമ്പരാഗത ചികിത്സാ പദ്ധതിയിൽ നമ്മൾ ഒരു ആത്മീയ തലം കൂടി, ഒരു വിശ്വാസത്തിൻ്റെ തലം കൂടി ഈ ചികിത്സാ പദ്ധതികളിൽ ഉൾച്ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ ഉണ്ടതിൽ, ഭൗതികാതീതമായിട്ടുള്ള മനഃശാസ്ത്രത്തിനും അപ്പുറത്തുള്ള ഒരു തലമുണ്ട് എന്നുള്ളതാണ്. അതിവർ വിട്ടുകളഞ്ഞു. കാരണം അത് പറഞ്ഞാൽ കോൺട്രവേഴ്സിലാകുമല്ലോ പണിക്കർ സാർ. ഇപ്പോൾ UNO പറയുകയാണ്, അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാകും. അതുകൊണ്ടാവാം അവരത് വിട്ടുകളഞ്ഞതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇങ്ങനെ ഒരു നിർവചനം ഇതിനുണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാതിരിക്കലല്ല, പ്രതിജീവനക്കാരെല്ലാം ആവർത്തിച്ച് പറയുന്നതാണ്. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമൂഹത്തിൻ്റെയും
പ്രകൃതിയും ഇതിനകത്ത്, അതാണ് എല്ലാത്തിൻ്റെയും സ്രോതസ് എന്ന് പറയുന്നത്. അതിൻ്റെയും അതോടൊപ്പം തന്നെ അതിനപ്പുറത്തുള്ള ഒരു ആത്മീയതയുടെയും എല്ലാം സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ രോഗമില്ലാതിരിക്കുക, മറ്റു വൈകല്യങ്ങളില്ലാതിരിക്കുക എന്ന് പറയുന്നതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള, ഒരു സമഗ്രമായിട്ടുള്ള ഒരു സമീപനം ആരോഗ്യത്തോട് സ്വീകരിക്കാൻ സാധിക്കണം. വാസ്തവത്തിൽ ഈ പരമ്പരാഗത വൈദ്യത്തെയും അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പ്രകൃതി ജീവനത്തെയും ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത് അതിൻ്റെ ഈ ഒരു സമഗ്രമായിട്ടുള്ള ഒരു സമീപനം, ഒരു ഹോളിസ്റ്റിക് എന്ന് ഇംഗ്ലീഷിൽ പറയും, അങ്ങനെയുള്ളൊരു സമീപനമാണ് എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതിയായിട്ട് അതിൻ്റെ ശക്തരായിട്ടുള്ള പഠിതാക്കൾ പറയുന്നത് അത് മനുഷ്യ ശരീരത്തെ ജീവനുള്ള ഒരു ഓർഗനിസം എന്നുള്ള നിലയിലല്ല, ഒരു ജീവി എന്നുള്ള നിലയിൽ അല്ല കാണുന്നത്. അതിൻ്റെ വിശകലനത്തിൽ അതിനെ ഒരു യന്ത്രമായി സങ്കല്പിച്ച്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സങ്കല്പനം അതാണ്. മനുഷ്യ ശരീരം ഒരു യന്ത്രം പോലെയാണ്, ഭൂമി ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു മഹായന്ത്രമാണ്. അതാണ് ഒരു മെക്കനിസ്റ്റിക് വേൾഡ് വ്യൂ എന്ന് പറയും. അങ്ങനെയാണ് മനുഷ്യ ശരീരം ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തെ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യണം? അതിനെ അതിൻ്റെ ഭാഗങ്ങളാക്കി വിഘടിപ്പിക്കണം, മാറ്റിയെടുക്കണം. ഒരു സൈക്കിൾ നന്നാക്കാൻ ചെയ്യുന്നത് പോലെ അതിൻ്റെ പാർട്സ് എല്ലാം ഊരിയെടുത്ത് അത് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് വീണ്ടും കൂട്ടിച്ചേർക്കുന്നത് പോലെ ഇതാണ് ഈ അലോപ്പതിയുടെ സ്പെഷ്യലൈസേഷൻ, സൂപ്പർ സ്പെഷ്യലൈസേഷൻ എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പാരമ്പര്യ വൈദ്യ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പദ്ധതികൾ പറയുന്നത് ഈ സമഗ്രത എന്ന് പറയുന്നത് ഒന്നുണ്ട്. അത് ഈ ഭാഗങ്ങളെല്ലാം കൂടിച്ചേർന്ന് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് എടുത്താൽ ഒന്നുമില്ലാത്ത ഒരു യന്ത്രം തന്നെ നോക്കിയാൽ നമുക്കറിയാം. ഓരോ ഭാഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിന് പ്രത്യേക പ്രസക്തിയൊന്നുമില്ല. അതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മളൊരു സൈക്കിളാക്കുമ്പോൾ, ഒരു കാറാക്കി കഴിയുമ്പോൾ അതിന് മറ്റൊരു അസ്തിത്വം കൈവരുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ എന്ന് പറയുന്നത് കുറേ അവയവങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു യന്ത്രം പോലെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള, സംയോജിക്കപ്പെട്ടിട്ടുള്ള ഒരു സംയുക്തമല്ല. അതിനപ്പുറത്തുള്ള ഒരു എൻറ്റിറ്റിയാണ്, ഒരു ഓർഗനിസമാണ്, ഒരു ജീവിയാണ്. അപ്പോൾ ഇതിനകത്തൊരു ജീവശക്തി എന്ന് പറയുന്നതൊന്ന് കുടികൊള്ളുന്നുണ്ടെന്ന് നമ്മൾ അറിയണം. അതൊക്കെ പ്രകൃതിക്കാർ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്. മനുഷ്യന് ആരോഗ്യം തരുന്നത്, രോഗങ്ങൾ മാറ്റുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന ഒരു സവിശേഷ ശക്തിയാണ്, ജീവശക്തി എന്ന് പറയുന്നതാണ്. അത് കൈവരും. അതിനാണ് ഈ രണ്ടും കൂടുമ്പോൾ 4 എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കലായി കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലല്ല, ഒരു പുതിയ ഒരു ശക്തി ഉണ്ടാകും എന്നുള്ളതാണ്. അതിനാണ് ഒരു സമഗ്രമായിട്ടുള്ളൊരു സമീപനം. അതില്ല അലോപ്പതിയിൽ. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഒരു ഹൃദയത്തിൻ്റെ അസുഖത്തിന് അവർ നോക്കിയിട്ട് തരുന്ന മരുന്ന് നമ്മുടെ തലച്ചോറിന് അത് വലിയ പ്രശ്നം ഉണ്ടാക്കും, പ്രതിസന്ധി ഉണ്ടാക്കും, കിഡ്നിക്ക് പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ പറയാം, അത് നിങ്ങൾ ഖേദിക്കേണ്ട, ഉടനെ തന്നെ നിങ്ങൾ പോയി ഒരു ന്യൂറോളജിസ്റ്റിനെയും ഒരു നെഫ്രോളജിസ്റ്റിനെയും കണ്ടുകൊള്ളൂ എന്ന് പറയും. അപ്പോൾ അവർ തരുന്നത് വേറൊരു കരളിന് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഉടനെ പോയി ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണാൻ പറയും. ഇങ്ങനെ പോവുകയാണിതിങ്ങനെ. ഇതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു സമഗ്രമായി സമീപിക്കുക എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയും. അതിൽ നിന്നാണ് ആയുർവേദത്തിൻ്റെ ഇതാരംഭിക്കുന്നത്. ഞാൻ ഈയിടെ ആയുർവേദത്തിലെ ഒരു വലിയ താത്വികനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞൊരു കാര്യമാണ്, ആരോഗ്യ പഠനം ആരംഭിക്കേണ്ടത് അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നായിരിക്കും. അതിലേറ്റവും വലിയ പ്രമാണം എന്താണ് ഈ മനുഷ്യ ശരീരം, ഈ പ്രകൃതിയുമായിട്ട് ഈ മനുഷ്യ ശരീരത്തിനുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. അവിടെയാണ് ഗാന്ധിജിയുടെ അന്വേഷണം ആരംഭിക്കുന്നത്, അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയതും ആ വഴിയിൽ കൂടിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട് പ്രധാനമായിട്ട്. അവിടെ ഞാനിനി ആരോഗ്യ സ്വരാജ് എന്ന് പറയുന്നതിനെ പറ്റി 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ അവസാനം. ഗാന്ധിജി ഈ സ്വരാജ് എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും നമ്മൾ വളരെ കാഷ്വലായിട്ട്, ഒരു സർവ്വസാധാരണമായിട്ട് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു വാക്ക് പോലെ, ഒരു അശ്രദ്ധമായി പോലും ഉപയോഗിക്കുന്നൊരു വാക്കാണ്. പക്ഷേ ഇത് വേദങ്ങളിൽ നിന്നെടുത്തൊരു വാക്കാണ്, ഒരു വേദിക് വേർഡ് എന്ന് പറയുന്നത്, ഒരു വൈദികമായൊരു വാക്കാണ്. അതിനെ പോപ്പുലറൈസ് ചെയ്തത്, നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് അത് കൊണ്ടുവന്ന് അതിന് പ്രചാരം കൊടുത്തത് ബാലഗംഗാധര തിലകനാണ്. നമുക്കറിയാം.
ഞാൻ ഓർക്കുന്നു, ഞാൻ ഇവരുടെ ഒരു ദേശീയ സമ്മേളനത്തിൽ ഇവിടെ വെച്ച് തന്നെയാണെന്ന് തോന്നുന്നു, ഹെൽത്ത് സ്വരാജിനെ പറ്റി ഇംഗ്ലീഷിലൊരു പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ തിലകൻ്റെ കാര്യം പറഞ്ഞത് ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് സ്വരാജിൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്നാണ് ഉറപ്പിച്ചാണ് പറയണത്. നേടുക തന്നെ ചെയ്യും, ഒരു വിട്ടുവീഴ്ചയില്ലെന്ന്. ഗാന്ധിജി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ വാക്ക് എല്ലാത്തിലും പ്രയോഗിച്ചു. അതിന് ഒരു 3 തലങ്ങളുണ്ടെന്ന് ഗാന്ധിജി പറഞ്ഞു. അതിൻ്റെ പ്രാഥമിക തലമാണ് നമുക്ക് പ്രസക്തമായിട്ടുള്ളത്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മളാരും, തിലകനും മറ്റാരും പറയാത്ത ഒരു പുതിയ തലം ഗാന്ധിജി സ്വരാജ് എന്നുള്ള വാക്കിന്, ആ പരികൽപ്പനയ്ക്ക്, വാക്കല്ല, അതൊരാശയ സമുച്ചയമാണ്, ഒരു പരികൽപ്പനയാണ്. അതിന് പറഞ്ഞത് എന്താണ്? ആരോഗ്യത്തിൻ്റെ, സ്വരാജിൻ്റെ ആദ്യത്തെ പ്രാഥമികമായ അർത്ഥതലം എന്ന് പറയുന്നത് എന്താണ്? ആത്മനിയന്ത്രണം നമ്മൾ പറയുന്ന സെൽഫ് കൺട്രോൾ. ആത്മനിയന്ത്രണം എന്ന് പറയുന്നതാണ്. ആ വാക്കൊരു വീണ്ടും വളരെ അർത്ഥതലങ്ങളുള്ളൊരു വാക്കാണ്. ആത്മനിയന്ത്രണം. ആത്മാവിനെയാണോ നിയന്ത്രിക്കുന്നത്, ആത്മാവാണോ നിയന്ത്രിക്കുന്നത്? ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ ആര് നിയന്ത്രിക്കുന്നു? നിയന്ത്രണത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. നിയന്ത്രണത്തിൽ ഒരു കർത്താവും, നിയന്ത്രണം എന്ന് പറഞ്ഞ ക്രിയയും നിയന്ത്രിക്കപ്പെടുന്ന കർമ്മവുമുണ്ടെന്നുള്ളതാണ്. ഒരു സ്വീകർത്താവുമുണ്ട്. ആരാണ് ഇതിലെ നിയന്ത്രണത്തിന് വിധേയരാകുന്നത്? ആരാണ് നിയന്ത്രിക്കുന്നത്? എന്താണ് നിയന്ത്രണ പ്രക്രിയ എന്ന് പറയുന്നത് പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആത്മനിയന്ത്രണം എന്ന് പറയുമ്പോൾ ആത്മാവിനെ നിയന്ത്രിക്കലാണോ, ആത്മാവ് നിയന്ത്രിക്കുകയാണോ? ഇപ്പോൾ ഗാന്ധിജി അത് വിശദീകരിക്കും ആരോഗ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ. ആരോഗ്യത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള 2-3 പുസ്തകങ്ങളുള്ളത്. കീ ടു ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾ വായിക്കേണ്ടതാണ്. വളരെ ചെറിയൊരു പുസ്തകമാണ്, കീ ടു ഹെൽത്ത്. അപ്പം അതിൽ അദ്ദേഹം ഇത് പറയും. എന്താണ് മനുഷ്യ ശരീരം? മനുഷ്യനാണല്ലോ നമുക്ക് പ്രശ്നം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണല്ലോ നമ്മൾ പ്രാഥമികമായിട്ട് പരിഗണിക്കുന്നത്. അതേപ്പറ്റിയാണല്ലോ നമുക്ക് ആവലാതിയുള്ളത്, വേവലാതിയും ഒക്കെ ഉള്ളത് അതേപ്പറ്റിയാണ്. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ ഘടന എന്താണ്? നമ്മുടെ നാട്ടിൽ മഹാപണ്ഡിതന്മാരായിട്ടുള്ള എത്രയോ ആളുകളാണ്. പണ്ഡിതന്മാരെ തടഞ്ഞിട്ട് പ്രയാസമാണ്. ദിവസം പത്രം നോക്കിക്കഴിഞ്ഞറിയാം. പണ്ടൊക്കെ എന്താണ് ഈ PhD കിട്ടുന്ന ആളുകളുടെ പടമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇടുമായിരുന്നു. ഇപ്പം അതൊരു വാർത്തയല്ലാതായി. ഇങ്ങനെ എവിടെ പോയാലും, ഞാൻ ഇന്നലെ ഒരു അക്കാഡമിക്കിൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വന്നിരിക്കുന്നതിൽ 70% പേര് PhD-കാരാണ്. 100 പേരുണ്ടായിരുന്നതിൽ 70 പേര് PhD ഉള്ളവരാണ്. ഭയങ്കര വിദ്യാഭ്യാസത്തിൻ്റെ, സാങ്കേതികമായി വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ഇടയിൽ. നിങ്ങൾ പ്രാഥമികമായിട്ട് ഇപ്പോൾ ഡോക്ടർ സൗമ്യോ സന്ധ്യോ ആരെങ്കിലും ഇവരോട് വിളിച്ചിട്ട് ഇവരുടെ ശരീരത്തെ പറ്റി ഒന്ന് ചോദിക്കും. നിങ്ങളുടെ ശരീരം എത്ര സന്ധികളുണ്ട്, എത്ര അവയവങ്ങളുണ്ട്, എത്ര കോശങ്ങളുണ്ട്, എത്ര സിസ്റ്റംസ് ഉണ്ട് ഇതിനകത്ത് എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. നമ്മുടെ ഏറ്റവും വലിയ അജ്ഞത എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഈ ശരീരത്തെ പറ്റിയാണല്ലോ. നമ്മളുടെ വാഹനം ഇതാണല്ലോ, ഇതിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്, ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഈ പാടുപെടുന്നത് മുഴുവൻ. കാര്യം ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തന്നെ ഒരു ഭാഗത്തിന് വേണ്ടിയാണ് ബഹുകൃത വേഷം, അല്ലേ? ഉദര നിമിത്തം ബഹുകൃത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദരത്തിന് വേണ്ടിയാണ്. ശരീരം ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ കുട്ടികളെ പ്രാഥമികമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമാണ്, അത് പഠിപ്പിക്കുന്നില്ല. ഈ ശരീരം എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ എന്ത് കഴിക്കണം. ശരീരത്തിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ ഇത്. ഇങ്ങനെ ഒരു അജ്ഞതയുടെ ഒരു തലം എന്ന് പറയണതാണ്. അവിടെ ശരീരം, ഗാന്ധിജി പറയും ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പോൾ പഞ്ചഭൂത സിദ്ധാന്തം അതിനകത്ത് വരും. പഞ്ചഭൂതങ്ങൾ പ്രാഥമികമായിട്ട് അതിനൊന്ന് കാറ്റഗറൈസ് ചെയ്ത് സംയുക്തമാക്കി പറയാണ്. പഞ്ചഭൂത നിർമ്മിതമാണ്. മനുഷ്യ ശരീരത്തിൽ നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ പരിണമിച്ചാണ്. പഞ്ചഭൂതങ്ങൾ അതേപടിയല്ല മനുഷ്യൻ്റെ ശരീരത്തിൽ. ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത് അതേപടിയല്ലല്ലോ. നമ്മൾ അതിൻ്റെ ഒറിജിനൽ അവസ്ഥയിലേക്ക്, അതിൻ്റെ മൂലാവസ്ഥയിലേക്ക് തിരികെ പോകുന്നത് എപ്പോഴാണ്? അവസാനമാണ്, ഇല്ലേ? ക്രിസ്ത്യാനികൾ അവരുടെ ശവസംസ്കാര സമയത്ത് പറയും, മനുഷ്യ നീ മണ്ണാകുന്നു എന്നൊരു വിഭാഗക്കാരും പൊടിയാകുന്നു എന്ന് വേറൊരു വിഭാഗക്കാരും പറയും.
പൊടിയെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ വലിയ കുഴപ്പമാണ്. നീ പൊടിയാകുന്നു എന്ന് പറഞ്ഞാൽ നീ MDMA ആണോ, അതൊക്കെയുള്ള ചോദ്യം. മണ്ണിലേക്ക് അങ്ങനെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അഗ്നി. അപ്പോൾ അങ്ങനെ പഞ്ചഭൂതങ്ങൾ രൂപാന്തരപ്പെട്ടാണ്, പരിണമിച്ചാണ് എന്തുണ്ടാകുന്നത്? പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മനുഷ്യ ശരീരവും ഈ ഭൗതിക പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളും തമ്മിൽ ഒരു ജൈവബന്ധമുണ്ട്. ഗാന്ധിജിയുടെ ഒരു കാര്യം പറയുകയാണ് ഞാൻ. ഒരു ജൈവബന്ധമുണ്ട്, ഒരു ഓർഗാനിക്കായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള ഒരു സംസർഗത്തിനുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത്, ഒരു ഏർജ് എന്ന് പറയുന്നത്, ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഒരു താല്പര്യം എന്ന് പറയുന്നത് ശരീരത്തിന് സഹജമായിട്ട് ലഭിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പഞ്ചഭൂത നിർമ്മിതമാണ്. അതുകൊണ്ട് അതെങ്ങനെയാണ് ശരിയാക്കി നിലനിർത്തേണ്ടത്, ബാലൻസ് ചെയ്ത് നിലനിർത്തേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ വന്നിട്ടുള്ള ഒരു ആരോഗ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രസനേന്ദ്രിയങ്ങളാണ്. സെൻസ് ഓഫ് ടേസ്റ്റ് എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൊന്നാണല്ലോ. നമ്മൾ സ്പർശിച്ചറിയാനുള്ളത്, കേട്ടറിയാനുള്ളത്, കണ്ടറിയാനുള്ളത്, മണത്തറിയാനുള്ളത്, രുചിച്ചറിയാനുള്ളത്. രുചിയെ ബാധിക്കുന്ന കാര്യം അവിടെയാണ് ചികിത്സകർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ചില ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആളുകളുടെ രസനേന്ദ്രിയങ്ങൾ ത്രസിക്കും എന്നുള്ളത് നമുക്കറിയാം. ചില മണം കേട്ടാൽ, എല്ലാം തമ്മിലുള്ള കണ്ടാൽ, കേട്ടാൽ, മണത്താൽ ഒക്കെ നമ്മുടെ, കാരണം ഇതെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നതിൻ്റെ പ്രാഥമികമായ കാര്യം. അതാണ് ഗാന്ധിജി സ്വരാജ് എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണമാണ്. ആരോഗ്യത്തിൽ സ്വരാജിൽ അത് വേണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ പണിക്കർക്ക് അറിയാമല്ലോ, ഭഗവത്ഗീതയിലെ അതിദീർഘമായിട്ടാണ് 2-ാം അധ്യായത്തിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനെ പറ്റി, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനെ പറ്റി എത്ര ദീർഘമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് പ്രയാസമുള്ള കാര്യമാണെന്ന് പറയും. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി വളരെ മനോഹരമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ സഹിതം പറയും. കാറും കോളുമുള്ള ഒരു സമുദ്രത്തിൽ അകപ്പെട്ട നങ്കൂരമില്ലാത്ത ഒരു കപ്പൽ പോലെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത മനുഷ്യൻ്റെ ജീവിതം. ഇന്ദ്രിയാണാം ഹി ചരിതാം ജന്മനോനു നിഷിഷതേ തദസ്യ ഹരിതിപ്രജ്ഞാം വായുർനാവമിവാംഭസി എന്ന് പറയും. അങ്ങനെയാണ് ഭഗവത്ഗീത പറയുന്നത്. എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാതെ പോകുന്നത്, മനോഹരമായ വസ്തുക്കൾ കണ്ടാൽ നോക്കുന്നത്, രുചിയുള്ള ഭക്ഷണത്തിൻ്റെ സുഗന്ധം കേട്ടാൽ എന്താ സ്ഥിതി? ഇങ്ങനെ പിടിച്ചാൽ നിൽക്കാത്തൊരു സാധനമാണ് ഇന്ദ്രിയം. ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കും? നമ്മുടെ മനസ്സ് ഉപയോഗിച്ച് നിയന്ത്രിക്കും എന്ന് പറയും. അതാണ് സാധാരണ പറയുന്നത്. അങ്ങനെ പിടിച്ചാൽ കിട്ടുമോ മനസ്സ് ഇതിലും കഷ്ടമാണ്. ഇന്ദ്രിയങ്ങളുടെ ഒരു പോക്കിന് ഒരു ലിമിറ്റുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളുടേതായിട്ടുള്ള പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള പരിമിതികളുണ്ട്. അതിന് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം കാണാൻ സാധിക്കില്ല. എല്ലാം കണ്ടാൽ ജീവിക്കാനൊക്കില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ കാണുന്ന സൂക്ഷ്മാണുക്കളെ നിങ്ങളുടെ നഗ്നനയനങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മോരും തൈരും അങ്ങനെയുള്ള സാധനമൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്ക് കേൾക്കുന്നതിന് പരിമിതിയുണ്ട്, കാണുന്നതിന് പരിമിതിയുണ്ട്, നമ്മുടെ ശബ്ദം, ഇതിനെല്ലാം പരിമിതികളുണ്ട്. പ്രകൃതി തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിനപ്പുറം പോയാൽ ജീവിക്കാനാവില്ല. മനസ്സങ്ങനെയല്ല. മനസ്സിന് യാതൊരു നിയന്ത്രണവുമില്ല. ഇല്ലേ, നമ്മൾ പറയൂലേ, മനോരാജ്യം എന്ന് പറയുന്നതിൽ നമുക്ക് വേണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ സർവാധിപതിയോ ഒക്കെ ആണെന്ന് സങ്കല്പിക്കാം സ്വയം. മനസ്സിങ്ങനെ പോകും. മനക്കോട്ട കെട്ടുക നമ്മൾ പറയില്ലേ, അതിന് ഉയരവും ആഴവും ഒന്നും പ്രശ്നമല്ല. അപ്പം ഈ മനസ്സ്, ഗാന്ധിജി പറയും, മനസ്സൊരു നിത്യചഞ്ചലയായ ഒരു കിളിയെ പോലെയാണ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അന്ധനെ നയിക്കുന്നു എന്ന് പറയുന്നതിലും കഷ്ടമുള്ള കാര്യമാണ്.
അപ്പം ഇങ്ങനെ ഈ ചപലമായ മനസ്സിനെ, ഈ മനസ്സുപയോഗിച്ച് ഈ ചഞ്ചലമായ പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കും? അപ്പം അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ശക്തിയെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും എന്നാണ് വരുന്നത്. എന്താണത്? അതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശക്തിയുണ്ട് മനുഷ്യനിൽ, ആത്മവത്ത. ആ ഒരു ശക്തി എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നുണ്ട്. അതിനെ ആശ്രയിക്കുകയാണെങ്കിൽ, അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ കരുത്ത് മനസ്സിലാക്കി അതിനെ നമുക്ക് ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. അതിനാണ് സാധനകൾ ആവശ്യമായിട്ടുള്ളത്. ജീവിതത്തിൽ സാധനകൾ പാലിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് എന്തു വേണം? നമുക്ക് വ്രതനിഷ്ഠമായ ജീവിതം വേണം. ഗാന്ധിജി 11 വ്രതങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അന്തേവാസികൾക്ക് വേണ്ടി നിർദ്ദേശിക്കുകയും അത് പാലിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ്. അങ്ങനെ നിയന്ത്രിച്ചാണ് എന്തു പറ്റുന്നത്? ഈ സ്വരാജ് നേടാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സാധ്യമാക്കാത്ത, ഞാൻ സമയക്കുറവുകൊണ്ട് ദീർഘമായി പറയുന്നില്ല, നമ്മുടെ ഈ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനും മനസ്സിനെ നിയന്ത്രിക്കുന്നതിനും സാധിക്കാത്തതും, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആത്മശക്തിയെപ്പറ്റി നമ്മളിൽ അവിശ്വാസം ജനിപ്പിക്കുന്നതും, അങ്ങനെ ഒന്നില്ല എന്ന് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതുമായ ഒരു സിസ്റ്റത്തിനകത്താണ്, ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാംസ്കാരിക അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ഇവരീ പറയുന്ന രീതിയിൽ പ്രകൃതി ജീവനക്കാരോ ആയുർവേദക്കാരോ പാരമ്പര്യ വൈദ്യന്മാരോ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണക്കാരോ പറയുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് ആവശ്യമില്ലെന്നും അത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. അങ്ങനെ ചെയ്താൽ അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നിഷേധാത്മകമായ തിരിച്ചടികളുണ്ടാകുമെന്നും, നമ്മളൊന്നും അങ്ങനെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും അമിതമായ നിയന്ത്രണം വെച്ചാൽ ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, സംഘർഷങ്ങളുണ്ടാകും, അപ്പോൾ നമ്മുടെ ടെമ്പർ പോകും. അതൊന്നും വേണ്ട, ഇതൊക്കെ കുറച്ച് കഴിച്ചോ, കുഴപ്പമില്ല എന്ന് പറയും. അതല്ലേ ആധുനിക വൈദ്യന്മാരുടെ അടുത്ത്, ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പറയും, നിങ്ങൾ ഇത്തിരി കൂടുതൽ ആഹാരം കഴിച്ചോ, ഒരു അജീർണം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഗുളിക കഴിച്ചോളാം. ഇങ്ങനെയാണ്. അങ്ങനെ ഈ ആത്മനിയന്ത്രണത്തെയും ഇന്ദ്രിയ നിയന്ത്രണത്തെയും മനസ്സിൻ്റെ നിയന്ത്രണത്തെയും അതിന് ആത്മശക്തിയെ ഉപയോഗിക്കേണ്ട സാധ്യതകളെയും നിരാകരിക്കുന്ന തരത്തിലുള്ള ഒരാരോഗ്യ സംരക്ഷണ പദ്ധതി മാത്രമല്ല, നമ്മുടെ ഒരു ജീവിത വീക്ഷണം തന്നെ അങ്ങനെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഗാന്ധിജി അന്നേ ചൂണ്ടിക്കാണിച്ചതാണ് ഈ അപകടം ഇതുണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് ഇതിലെ മന്ത്രം ഗാന്ധിജിക്കൊക്കെ എത്രയോ മുമ്പേ ആധുനിക വൈദ്യശാസ്ത്രത്തെ ഒരു ശാസ്ത്രമായി ആദ്യം നിർവചിച്ചത് ഹിപ്പോക്രറ്റസ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം BC-യിൽ ജീവിച്ച ആളാണെങ്കിലും അന്ന് മോഡേൺ മെഡിസിൻ ഒന്നുമില്ല, എങ്കിലും മോഡേൺ മെഡിസിൻ്റെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായി ഇന്നും അവരാദരിക്കുകയും അദ്ദേഹം അന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ ഈ ഡോക്ടർമാരൊക്കെ എടുക്കും, ഹിപ്പോക്രറ്റസിൻ്റെ പ്രതിജ്ഞ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തത് എന്താണ്? അദ്ദേഹം ഈ ചികിത്സയെ തത്വശാസ്ത്രത്തിൽ നിന്ന് വിഘടിപ്പിച്ച് അതിനെ തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടിരുന്നത് പണ്ട്. അതിൽ നിന്ന് മാറ്റി അതിനെ ഒരു ശാസ്ത്രമാക്കി, ഒരു വ്യത്യസ്തമായ ഓട്ടോണമസ് ആയിട്ടുള്ള അതിന് ഒരു നിലനിൽപ്പുള്ള ഒരു ശാസ്ത്രമാക്കി മാറ്റി എന്നുള്ളതാണ് ഹിപ്പോക്രറ്റസിൻ്റെ സംഭാവന എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ജേക്കബ് പറയുന്നത് തന്നെയാണ്, ഭക്ഷണമാണ് ഔഷധം. ഇത് ഗാന്ധിജിയും പറഞ്ഞതാണ്, ഭക്ഷണമാണ് ഔഷധം. ഭക്ഷണം ശരിയാക്കിയാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തേണ്ടത്. കാരണം ശരീരത്തിലെ ഈ സിസ്റ്റംസ് എല്ലാം പരസ്പരം യോജിച്ച് പ്രവർത്തിക്കണം, ആണ് സമീചീനമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ശരീരം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. മനുഷ്യൻ്റെ ശരീരം ഒരു സിസ്റ്റമാണെന്ന് നമുക്കറിയാം. പക്ഷേ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് സബ് സിസ്റ്റംസ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഉണ്ട്. നമ്മുടെ ശ്വാസോച്ഛ്വാസം അതൊരു സിസ്റ്റം, അതാണല്ലോ പ്രാഥമികമായിട്ട് നമ്മൾ അറിയുന്നത്. ശ്വസനേന്ദ്രിയങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് ദഹിപ്പിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഒരു ദഹനേന്ദ്രിയങ്ങൾ, ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നതുണ്ട്. ഇത് മുഴുവൻ വിസർജ്യമായി പുറത്തേക്ക് കളയുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അതിൽ തന്നെയുണ്ട്. നാഡീവ്യൂഹം എന്ന് പറയുന്നതുണ്ട്. മസിൽസ് ഉണ്ട് നമുക്ക്.
എന്താ പറയുക, അസ്ഥികളുണ്ട്, ഇതിനെല്ലാം സിസ്റ്റംസ് ഉണ്ട്. ഈ ഓരോന്നും അതിന് ഒരു പരിമിതമായ സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ലിമിറ്റഡ് ഓട്ടോണമി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ, സ്വതന്ത്രമായിട്ട് അങ്ങനെ പ്രവർത്തിക്കാൻ ഒക്കില്ല. ഇതെല്ലാം പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്, അതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതിന് സാധിക്കണം. അതിന് സാധിക്കാത്ത സ്ഥിതിയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതിയായിട്ട്. അതിപ്പോൾ ജേക്കബൊക്കെ പറയുന്ന പോലല്ല. ഇപ്പം ഈ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ തുടങ്ങിയിട്ട് 25 വർഷമായി. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഈ ആചരണം നടത്തുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ജനാരോഗ്യ പ്രസ്ഥാനവും കൂടെ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. കാരണം ജനങ്ങളുടെ പങ്കാളിത്തം, സമൂഹത്തിൻ്റെ ആരോഗ്യം, ഗാന്ധിജി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ രണ്ടാമത്തെ ഘടകം അതാണ്. മൂന്നാമത്തെ ഘടകം സോഷ്യൽ വെൽബീയിങ്, അതും വേണം. ഇതിൻ്റെ ഫലമായിട്ട് എത്ര തവണ ജയിലിൽ പോയി, എത്ര കേസുണ്ടായി ജേക്കബ്? ഇന്നലെ ഒരു കേസ് അവർ വെറുതെ വിട്ടത് ഇന്നലെ അവൻ്റാണ്. ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ പറ്റി പറഞ്ഞ് അതിന് തടസ്സമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പം ഭരണാധികാരികൾക്ക് വെപ്രാളമാകും, അവർ പിടിച്ച് ജയിലിലിടും. എന്നാൽ ഏറ്റവും കൂടുതൽ അനാരോഗ്യത്തിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് അതാണ്, സർക്കാർ ആശുപത്രികളാണ്, മെഡിക്കൽ കോളേജുകൾ. അവിടുത്തെ ഡോക്ടർമാർ തന്നെ പറയാണ് ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ചിട്ടുള്ളത് നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനാണ്. സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്നല്ലേ മന്ത്രി പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം പറയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ പണ്ട് 1975 ഓസ്ട്രിയക്കാരനായ ഒരു കത്തോലിക്ക പുരോഹിതൻ ഇവാൻ ഇല്ലിച്ച് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് വളരെ സുപരിചിതമാണ്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇവാൻ ഇല്ലിച്ച് അദ്ദേഹം ഒരു പ്രത്യേകതരം തിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്ത ആളാണ്. ഈ അപ്പോപ്പതിക് തിയോളജി എന്ന് പറഞ്ഞിട്ട് സാധാരണഗതിയിലുള്ളതിൻ്റെ നേരെ വിപരീതമാണ്. നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഈശ്വരനിലേക്ക് വരുന്ന ഒരു പ്രത്യേക തിയോളജി ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. ഒരു വിവാദ പുരുഷനായ അദ്ദേഹം 1975 എഴുതിയ ഒരു പുസ്തകമുണ്ട്. എന്താണ് പുസ്തകത്തിൻ്റെ പേര്? ലിമിറ്റ്സ് ടു മെഡിസിൻ. ഞാൻ എൻ്റെ പ്രസംഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ പറ്റി പറയാറുണ്ട്. ലിമിറ്റ്സ് ടു മെഡിസിൻ ജേക്കബൊക്കെ ഒരു ടെക്സ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. മെഡിക്കൽ നെമസിസ് ദി എക്സ്പ്രോപ്രിയേഷൻ ഓഫ് ഹെൽത്ത് എന്നാണ് അതിൻ്റെ സബ് ടൈറ്റിൽ, ഉപശീർഷകം. മെഡിക്കൽ നെമസിസ് ദി എക്സ്പ്രോപ്രിയേഷൻ ഓഫ് ഹെൽത്ത്. എക്സ്പ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക എന്നാണ് മലയാളത്തിൽ. ആരോഗ്യം തട്ടിയെടുക്കുന്നു നമ്മളിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ മുഖ്യമായിട്ടുള്ള വിമർശനം, ഗാന്ധിജിയുടെ ക്രിട്ടിക്കും അത് തന്നെയാണ്. ഗാന്ധിജി പറഞ്ഞു ഈ ആധുനിക നാഗരികതയെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മ രൂപത്തിലാണെന്ന്, അല്ലെങ്കിൽ ചെറിയ രൂപത്തിലാണെന്നുണ്ടായിരുന്നത് 1920-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, 1-ാം ദശകം. അപ്പോൾ ഗാന്ധിജി അന്നേ പറഞ്ഞു ഇത് വളരും, ഇത് വികസിക്കും, ഇത് രാക്ഷസീയ ഭാവം പൂണ്ട് വരും, ഇത് ലോകത്തെ കീഴടക്കും. അതുകൊണ്ട് ഇതിനെതിരെ ജാഗ്രത പാലിക്കണം, ഇതിനെ നിരാകരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ രാക്ഷസീയ ഭാവം പൂണ്ട് മനുഷ്യരാശിയെ മുഴുവൻ കീഴ്പ്പെടുത്താൻ പോകുന്ന ഈ ആധുനികത എന്ന് പറയുന്ന ഈ ശക്തി ഒരു നാഗരിക ശക്തിയാണത്. ആ ശക്തിയുടെ ഏറ്റവും വലിയ പരിമിതി, അതിനെ നിലനിർത്തുന്ന ചില വലിയ പില്ലേഴ്സുണ്ട്, തൂണുകളുണ്ട്, നെടും തൂണുകൾ. അതിലൊന്ന് ഈ ആരോഗ്യ സംരക്ഷണം, ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നതാണ്. അതാണ് ഒരു തൂണ്. ഗാന്ധിജി അതെല്ലാം ഓരോന്നോരോന്നെടുത്ത് നമ്മുടെ നിയമ സംവിധാനം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഇങ്ങനെ ഓരോന്ന തൂണുകളിലാണ് ഇത് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അധികാരത്തിൻ്റെ വിനിയോഗം. ഇപ്പോൾ ഗാന്ധിജി ഈ ആരോഗ്യ സ്വരാജിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം അനലൈസ് ചെയ്ത് പറഞ്ഞു. ആദ്യത്തെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്, ആരോഗ്യത്തെപ്പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ആധുനിക വൈദ്യത്തെ അദ്ദേഹം മന്ത്രവാദത്തോടാണ് ഉപമിച്ചത്. മന്ത്രവാദം പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ കാരണങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു നമുക്കറിയാലോ, ആധുനിക
നാഗരികത എന്ന് പറയുന്നത് എല്ലാത്തിനെയും വ്യവസായവൽക്കരിക്കുന്ന ഒരു നാഗരികതയാണ്. അതിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ മോഡലാണ്, ഒരു വ്യാവസായിക മാതൃകയാണ്. എല്ലാത്തിനും വ്യവസായമായിട്ട് കാണുകയാണ്. വിദ്യാഭ്യാസം വ്യവസായമായില്ലേ? ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യവസായമല്ലേ? നമ്മളതിന് വേണമെങ്കിൽ ബിസിനസ് എന്നോട് പറയാം. മെഡി ബിസിനസ് ഒരു ഇൻഡസ്ട്രിയൽ മോഡലാണത്. മരുന്നുണ്ടാക്കുന്നതും അത് സൂക്ഷിക്കുന്നതും വിൽക്കുന്നതും എല്ലാം ഒരു ഇൻഡസ്ട്രിയൽ മോഡലിലാണ് ചെയ്യുന്നത്. ഇപ്പം ആയുർവേദത്തിന് പോലും ആ രോഗം ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് ഗ്ലോബൽ ആയുർവേദിക് മീറ്റൊക്കെ നടത്തിയിട്ട് ഇംഗ്ലീഷ് മരുന്ന് അല്ലെങ്കിൽ അലോപ്പതിക് മരുന്ന് എങ്ങനെയാണോ വിൽക്കുന്നത്, എങ്ങനെയാണോ പാഴ്സ് പാക്ക് ചെയ്യുന്നത്, പാക്കേജിംഗ് ഒക്കെ ആ രീതിയിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വ്യാവസായിക മാതൃകയിലേക്ക് ഇത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഇവാൻ ഇല്ലിച്ചും ഇതേ അപകടം തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം അത് ക്രിട്ടിക്ക് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഈ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് ചികിത്സാ സ്ഥാപനങ്ങളാണ്. അതാണ് അതിൻ്റെ സെൻട്രൽ പോയിന്റ്. ആ പുസ്തകത്തിൻ്റെ അതാണ്. ചികിത്സാ സ്ഥാപനങ്ങളാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത്. ഈ ചികിത്സ ഉണ്ടാക്കുന്ന അപകടങ്ങൾ, അതിൻ്റെ ആഘാതങ്ങൾ, അതുണ്ടാക്കുന്ന ശരീരത്തിൽ സമൂഹത്തിലുണ്ടാക്കുന്ന തകരാറുകളെ പറ്റി പറയുന്നതിന് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്. അത് അയാട്രോജെനസിസ് എന്നാണ്. അയാട്രോജെനസിസ് എന്ന് പറയുന്നൊരു വാക്കാണ്. ആ വാക്ക് അദ്ദേഹം പറയും ഇത് 3 തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ഈ ക്ലിനിക്കൽ അയാട്രോജെനസിസ് എന്ന് പറയുന്നത്. ജേക്കബൊക്കെ എപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കാറില്ലെങ്കിലും പറയുന്ന ഒരാശയമുണ്ട്. പ്രകൃതി ജീവനക്കാർ പറയുന്നത് എന്താണ്? രോഗനിർണയ രീതി, മനുഷ്യ ശരീരം ഈ പറയുന്ന ആധുനിക ഡയഗ്നോസ്റ്റിക് പ്രോസസ്സസ് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മൾ നടത്തുന്ന ടെസ്റ്റുകൾ, അതിന് വിധേയമാണോ പൂർണ്ണമായിട്ടും? ഈ യന്ത്രങ്ങൾ അടയാളപ്പെടുത്തുന്ന ആരോഗ്യ സൂചികകൾ അത് കൃത്യമാണോ? നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, നിങ്ങളുടെ ഷുഗർ, നിങ്ങളുടെ കൊളസ്ട്രോള്, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ ഈ യന്ത്രം പറയുന്നതാണോ കറക്റ്റ്? ആര് പറഞ്ഞു യന്ത്രം പറയുന്നതാണ് കറക്റ്റ്? ഏറ്റവും അപകടകരമായിട്ടുള്ള ലെവലിൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറയുന്നയാൾ 90-96 വയസ്സ് വരെ ജീവിച്ചിരുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടാവും, മരിക്കും എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ അത്ര അതുകൊണ്ട് ഈ ചികിത്സകർ അവരുടെ ചികിത്സകളിൽ കൂടി ഉണ്ടാക്കുന്ന അപകടങ്ങളെ പറ്റിയിട്ടാണ് അദ്ദേഹം അയാട്രോജെനസിസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഈ സോഷ്യൽ അയാട്രോജെനസിസ് എന്ന് പറയും. അതെന്താണ്? അത് സമൂഹത്തിൻ്റെ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് സമൂഹത്തിൻ്റെ മെഡിക്കലൈസേഷൻ എന്നാണ്. ഇന്ന് ഡോക്ടർ ജേക്കബ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സമൂഹത്തിൻ്റെ ഒരു മെഡിക്കലൈസേഷൻ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയറിയാം. നിങ്ങളുടെ ചുറ്റും, നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയറിയാം എന്തുമാത്രം മരുന്നുകളാണ് ഒരാളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത്. ഞാൻ യാത്ര ചെയ്യുന്നയാളാണ്, വ്യാപകമായി യാത്ര ചെയ്യുന്നയാളാണ്. ഇപ്പം യാത്രയിലെ പണിക്കർ സാറെ ഇപ്പോൾ കാണുന്ന ഒരു നേരം പോക്ക്, നമ്മളിപ്പോൾ ഒരു ദൂരം വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പല 20, 16 മണിക്കൂർ 18 മണിക്കൂറൊക്കെ നോൺ സ്റ്റോപ്പായിട്ട് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പല ആഹാരങ്ങൾ തരും. ഒരാഹാരം അങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഒരു ദപ്പി നിവർത്തുവാണ്. ഒരു ബോക്സ് അങ്ങ് തുറന്നിട്ട് അതിനകത്ത് പല കള്ളികളാണ്. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നൊരു റോയിലും, പിന്നെ അങ്ങോട്ട് നേരമാണ് എഴുതിയിരിക്കുന്നത്. രാവിലെ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ബിഫോർ ഡിന്നർ, ആഫ്റ്റർ, ഇങ്ങനെ പറഞ്ഞിട്ട് ഉള്ള ഗുളിക ചെല്ലങ്ങളുണ്ട്. ഇപ്പം അതിൽ നിന്ന് തെറ്റുവരുത്തില്ല, അതിൽ നിന്നെടുത്ത് മരുന്ന് കഴിക്കും. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, യു ഡോണ്ട് ഹാവ് എനി മെഡിസിൻ? ഇങ്ങനെ വരികയാണ് വ്യാപകമായിട്ട്. അങ്ങനെ ഒരു, നിങ്ങൾ കേരളത്തിൽ കേരളമാണ് അതിൻ്റെ വേഴ്സ്റ്റ് വിക്ടിം എന്ന് പറയുന്നത്, എൻ്റെ ഇരയായി തീർന്നിട്ടുള്ളത്. ഏത് ഗ്രാമത്തിൽ ചെന്നാലും അവിടെ ഒരു അലോപ്പതി മെഡിക്കൽ സ്റ്റോർ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് സ്ഥിതി. ഇതാണ് ഈ സോഷ്യൽ അയോട്രോജെനസിസ് എന്ന്
ഇദ്ദേഹം ഇവാൻ ഇല്ലിച്ച് പറഞ്ഞതാണ്. മൂന്നാമത് ഒരു കൾച്ചറൽ അയോട്ടോജെനിസിസ് എന്ന് പറയുന്നതുണ്ട്. അദ്ദേഹം 75 50 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇന്ന് നമ്മൾ കേരള സമൂഹത്തിൽ നോക്കിയാൽ വളരെ സ്പഷ്ടമായി അദ്ദേഹം പറഞ്ഞത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്താണ് ഈ കൾച്ചറൽ അയോട്ടോജെനിസിസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു അസ്വസ്ഥത ഉണ്ടായാൽ പ്രാഥമികമായിട്ട് നമ്മുടെ വികാരം ഭയമാണ്. നമ്മൾ ഓടും, ഡോക്ടറുടെ അടുത്തേക്ക് ഓടും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ അറിഞ്ഞുകൂടാന്നാണ് എൻ്റെ അർത്ഥം. പേടിച്ചോടും. ഒരു ഡോക്ടർ എന്തു പറഞ്ഞാലും ആ പറയുന്നത് അവസാന വാക്കാണ് എന്നുള്ള നിലയിൽ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. ഏത് മരുന്ന് കഴിക്കാൻ പറഞ്ഞാലും ചെയ്യും, ഏത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും, ഏത് പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ചെയ്യും. നമുക്ക് അസ്വസ്ഥത, ശരീരത്തിന് അസ്വസ്ഥതയുണ്ടായാൽ അതൊരു സൂചനയാണ്, ഒരു ഇൻഡിക്കേറ്ററാണ് എന്ന് അറിഞ്ഞത് എന്താണ് കുഴപ്പം എന്ന് തിരിച്ചറിയാൻ 1 ദിവസം 2 ദിവസം 5 ദിവസം വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയില്ല. 3 എന്താണ്? നമുക്ക് മരുന്നിനോടുള്ള അഡിക്ഷൻ ഉണ്ടാകുന്നു. 4 വേദന എന്ന് പറയുന്നത് നമ്മൾ ഭയക്കുന്നു എന്നുള്ളതാണ്. വേദനയെ പേടിയാണ്. അതുകൊണ്ട് പിന്നെ മരണം എന്ന് പറയുന്നത് മനുഷ്യന് ഇനവിറ്റബിളായിട്ടുള്ള, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ് മരണം, ഇല്ലേ? ഒരു ബുദ്ധ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, മരണം പ്രകൃതി ശരീരണാം വികൃതി ജീവിതം ഉച്ചതൈ ബുധേ. ബുദ്ധിമാന്മാർ പറയുന്നത് എന്താണ്? ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതാണ് വികൃതി. സ്വാഭാവികമായിട്ടുള്ളത് മരണമാണ്. മരണം പ്രകൃതി ശരീരണാം, സ്വാഭാവികമാണ്. ജനിച്ചാൽ മരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് മനുഷ്യനെ മരിക്കാൻ അനുവദിക്കുമോ? മരിക്കാൻ തയ്യാറാണോ മനുഷ്യൻ? നിങ്ങളൊന്ന് ആശുപത്രിയിൽ പോയി നോക്ക്. ഇൻറ്റൻസീവ് കെയർ, അത് കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ നിന്ന് ഒരു ആളെ മാറ്റണമെന്നുണ്ടെങ്കിൽ വെന്റിലേറ്ററിൽ ഇടാൻ അനുവാദമൊന്നും വേണ്ട, നമ്മൾ അത്യാവശ്യമായതുകൊണ്ട് ഇട്ടു എന്ന് പറയാം. പ്രോട്ടോക്കോളൊക്കെ അങ്ങനെയാണ്. മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണം, ഒപ്പിട്ട് കൊടുക്കണം. മുതിർന്നയാളാണെങ്കിൽ മക്കൾ ഒപ്പിട്ട് കൊടുക്കണം, കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾ ഒപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് പേടിയാണ്. നമ്മൾ ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ മരിക്കാൻ വിട്ടു എന്നാണ് നമ്മുടെ സമൂഹം പറയുന്നത്. ഇതിനാണ് എന്ത് പറയുന്നത്? ഈ കൾച്ചറൽ അയോട്രോജെനസിസ് എന്ന് പറയുന്നതാണ് ഇവാൻ ഇല്ലിച്ച് പറഞ്ഞത്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മളിത് കാണുന്നത്. ഇങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ വന്നിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യക്ഷ ഭാവം കാണുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ആഹാരമാണ് ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ. ഈ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള പരിമിതികൾ പാലിക്കേണ്ട ആവശ്യമില്ല. നിയന്ത്രണങ്ങൾ, പരിമിതി എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയും അത് നമ്മളുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമ്മൾ വളരെ മനോഹരമായൊരു പദമാണ്, എന്തൊരു നിഷ്കളങ്കമായൊരു പദമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്താണ്? നമ്മൾ ജീവിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയാണ്. ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. എന്താണ് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ? ഹൈ കലോറിയാണ്, അതിൽ കൂടുതൽ ഷുഗർ, വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ, ഇതെല്ലാം ഉണ്ട്, സോൾട്ട്, ഇതെല്ലാം കൂടി ഈ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇങ്ങനെയുള്ള ഭക്ഷണശാലകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമായിട്ട്, നാട്ടിൻപുറങ്ങളിൽ പോലും വ്യാപകമായിട്ട് വരികയും നമ്മൾ ഈ ജെൻസി എന്നോ അല്ലെങ്കിൽ ന്യൂ ജെൻ എന്നൊക്കെ പറയുന്ന ആ പിള്ളേരിൽ 90% പേരും ഇതിന് അഡിക്റ്റായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയി നോക്കിയോ, സിറ്റികളിലും നാട്ടിൻപുറങ്ങളിലും ചെന്ന് നോക്കിയോ, ഇങ്ങനെ മാറിയിരിക്കുന്നു. നാട്ടിൻപുറത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ പോലും ഇത്തരം ആഹാരങ്ങളെ കഴിക്കൂ എന്നുള്ളതാണ്. ഇത് കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പ്രകൃതി ജീവനത്തിന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരല്ലേ, ഈ ഡോപ്പമീൻ
അതിങ്ങനെ വരുന്നു, ആസക്തി ജനിപ്പിക്കുന്നു, അത് ക്രമേണ അഡിക്ഷൻ ഉണ്ടാകുന്നു. താൽക്കാലികമായിട്ടുള്ള ഒരു ഉന്മേഷവും ഒക്കെ തോന്നുമെങ്കിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇൻഡസ്ട്രിയൽ മോഡലിൻ്റെ അപകടം എന്ന് പറയുന്നത്. അതാണ് ഇതിനെ നിലനിർത്തുന്നതിന് വേണ്ടി അനാരോഗ്യകരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള സാധനങ്ങൾ അപകടമില്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രയാസമുള്ള 2 ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ് രസനേന്ദ്രിയം എന്ന് പറയുന്നത്, രുചി പിടിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ചില പ്രത്യേക സാധനം കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പോകും, അവിടെ പോയി അത് കഴിക്കും. നിങ്ങൾ ഈ ടൂറിസത്തിൻ്റെ മാപ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രത്യേക പ്രദേശത്തേക്ക് ആളുകൾ വ്യാപകമായി ടൂർ പോകുന്നത് അവിടെ ഉണ്ടാക്കുന്ന സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. അവരുടെ സീ ഫുഡിനുള്ള ഒരു പ്രത്യേകത, അതിനുവേണ്ടി പോകും ആളുകൾ ചില പ്രത്യേക സ്ഥലത്തേക്ക്. ഇപ്പം തായ്ലൻഡിലൊക്കെ ആളുകൾ ചില പ്രദേശത്ത് പോകുന്നത് അവിടുത്തെ പ്രത്യേക രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്, ഇതിന് ഒരു വ്യവസായവൽക്കരിച്ചതിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കുകയും, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പ്രയാസമായതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു ശക്തി, ആത്മശക്തി എന്ന് പറയുന്നതിൽ ആശ്രയിച്ച് നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് അങ്ങനെ ആത്മനിയന്ത്രണത്തിൽ കൂടി നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിലേക്ക് നീങ്ങുക. ഇത് വളരെ വളരെ പ്രയാസമുള്ളതും പക്ഷെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വ്യവസായം, മരുന്നുണ്ടാക്കുന്നൊരു വ്യവസായം, ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടാണ് ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യം തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഒരു ആത്മനിയന്ത്രണത്തിൽ കൂടി ഉള്ള ഒരു ആരോഗ്യ സ്വരാജിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മുടെ ശ്രദ്ധ ഭക്ഷണത്തിലേക്ക്, ഭക്ഷണത്തോടുള്ള നമ്മുടെ താല്പര്യത്തിലേക്ക്, സമൂഹത്തിൻ്റെ തന്നെ താല്പര്യത്തിലേക്കും, ഈ ഭക്ഷണത്തിൽ കൂടി ഈ സമൂഹത്തിൻ്റെ ആരോഗ്യം തകർക്കുന്നതിനും, അങ്ങനെ ആരോഗ്യം തകർക്കുക വഴി ഇവിടെ ഈ മരുന്നുണ്ടാക്കുന്ന കമ്പനികൾക്കും ആരോഗ്യം പ്രൊവൈഡ് ചെയ്യുന്ന, ഇപ്പോൾ അതാണല്ലോ വാക്ക്, പ്രൊവൈഡേഴ്സ് എന്നാണ്, ഹെൽത്ത് പ്രൊവൈഡേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ആരോഗ്യം കൊടുക്കുന്ന ആളുകൾക്കും അവരുടെ വ്യവസായത്തെ ഇങ്ങനെ ലാഭകരമാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന വലിയ ഒരു ഗൂഢാലോചനയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സംഘടിതമായി സംയുക്തമായി ശ്രമിക്കുക എന്ന് പറയുന്നതാണ് ആരോഗ്യ സംരക്ഷണം നേരിടുന്ന ഇന്നത്തെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.